ഈ താത്തതാ, ഈ താത്താന്റെ അനിയനാണ് ഇവന്, ഇവന്റെ അനിയനാണ് ഇയാൾ. നമുക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടോക്കി. ആദ്യം താത്ത വരട്ടെ. ചുരുങ്ങി പറഞ്ഞാൽ ഒരു 4 ഫോണെങ്കിലും ഉണ്ട്. ബാറ്റ കമ്പനിന്റെ മാതിരി 299, 399, 499, 599 എല്ലാരും റീചാർജ് ചെയ്യുക. ചുരുങ്ങിയ റീചാർജ് 299 ആണെന്നാണ് തോന്നുന്നത് അല്ലെ, ഒരു മാസത്തിന്. അപ്പൊ 4 ആള് ചെയ്യുമ്പോ 1200. ആരാ കൊണ്ടുപോകുന്നത്? വോഡാഫോൺ, ഐഡിയ, എയർടെല് കമ്പനികൾ ഇങ്ങനെ നമ്മളെ പിഴിഞ്ഞോണ്ടിരിക്കാൻ നമ്മളിട്ടത് അറിയണില്ല. നമ്മളറിയാതെ ഇങ്ങനെ നമ്മൾ എന്തായാലും ഇത് പഠിക്കണല്ലോ നമ്മളെ മക്കൾക്ക്. അപ്പൊ നമ്മൾ ഇതിങ്ങനെ നിറച്ചു കൊടുക്കും, മൂപ്പരിങ്ങനെ ഊറ്റിക്കൊണ്ടുപോകും, നമ്മൾ വീണ്ടും നിറക്കും, മൂപ്പരിത് ഊറ്റിക്കൊണ്ടുപോകും. അപ്പൊ കേരളത്തിലെ ഗവൺമെന്റ് തീരുമാനിച്ചു കേരളത്തിന് സ്വന്തമായിട്ടൊരു ഇന്റർനെറ്റ് ഉൽപ്പാദിപ്പിക്കണം. മുഴുവൻ വീടുകളിലും അതിന്റെ കേബിൾ കൊണ്ടുവച്ച് BPL കുടുംബങ്ങൾക്ക് സൗജന്യമായും മറ്റു കാർഡ് ഉടമകൾക്ക് 100-150 രൂപ നിരക്കിലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ വീടിന്റെ മുമ്പിൽ സ്ഥാപിക്കണം. താത്താന്റെ നിങ്ങൾ കേട്ടല്ലോ. ഇനി താത്താന്റെ അനിയന് അതേ റേഞ്ച് തന്നെയാണ് കേട്ടോ. ഒന്ന് കേട്ടേക്ക്. നമ്മളെല്ലാവരും K4ലേക്ക് മാറും. അതായത് എല്ലാ വീട്ടിലും അതിവേഗതയുള്ള, ഈ രാജ്യത്ത് ഏറ്റവും വേഗതയുള്ള ഇന്റർനെറ്റ് കണക്ഷൻ കിട്ടുമ്പോ സ്വാഭാവികമായിട്ടും എല്ലാവരും K4ലേക്ക് മാറും. അങ്ങനെ മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ നാം കണ്ടുകൊണ്ടിരിക്കുന്ന വലിയ വലിയ ഐഡിയയുടെ ടവറുകൾ വെറുതെയാവും. അതുപോലെ വോഡാഫോണിന്റെ ടവറുകൾ, എയർടെലിന്റെ ടവറുകൾ, അവരുടെ ഉദ്യോഗസ്ഥന്മാർ, അവരുടെ ഓഫീസുകൾ അതൊന്നും പ്രവർത്തനരഹിതമാകേണ്ടി വരും. കാരണം കസ്റ്റമേഴ്സ് ഉണ്ടാകില്ല. അതുകൊണ്ട് ഈ കോർപ്പറേറ്റുകളെല്ലാം ആലോചിക്കുകയാണ്, ഈ K4 വന്ന ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ K4ന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും ഇവിടുന്ന് പണി നിർത്തി പോകേണ്ടി വരും. അതുകൊണ്ട് ബദൽ മാർഗം സ്വീകരിക്കണം. കേട്ടല്ലോ. ഞോന്റെ അനിയൻ ഓൻ പിന്നെ ഇവിടെ നിന്നില്ല, കേരളത്തിന്റെ പുറത്ത്, ഇന്ത്യയുടെ പുറത്തേക്കാണ് വോട്ട് കളിച്ചത്. അതും കൂടി ഒന്ന് കണ്ടേക്ക്. പോയ ആ പൊതുമേഖലാ സ്ഥാപനം കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡിൽ നിന്നും ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായി ഇലക്ട്രിക് ഓട്ടോ നിർമ്മിച്ചെടുക്കുകയാണ്. ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമാണ് പൊതുമേഖലാ സ്ഥാപനം ഇലക്ട്രിക് ഓട്ടോ നിർമ്മിക്കുന്നത്. നീം ജിം എന്ന പേരിൽ കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ട ഇലക്ട്രിക് ഓട്ടോ നേപ്പാൾ ഗവൺമെന്റ് കേരള സർക്കാരിനോട് ഇലക്ട്രിക് ഓട്ടോ വേണമെന്ന് ആവശ്യപ്പെടുകയാണ്. കേരളത്തിൽ UDF സർക്കാർ അടച്ചുപൂട്ടിയ പൊതുമേഖലാ സ്ഥാപനത്തിൽ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നത് തുറന്നു പ്രവർത്തിപ്പിച്ച് അവിടെ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യയുടെ ആദ്യത്തെ ഇലക്ട്രിക് ഓട്ടോ നേപ്പാളിന്റെ തെരുവോരങ്ങളോട് സഞ്ചരിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെ ഞങ്ങൾ മാറ്റി എന്ന് ചോദിച്ചാൽ നേപ്പാളിന്റെ തെരുവോരങ്ങളോട് സഞ്ചരിക്കപ്പെടാൻ വേണ്ടി പോകുന്ന കേരളത്തിലെ ഇലക്ട്രിക് ഓട്ടോ ചൂണ്ടിക്കാട്ടി നമ്മൾ പറയും, ഇങ്ങനെ ഞങ്ങൾ പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെ ഞങ്ങൾ മാറ്റി. സ്വന്തമാക്കിയതാണെങ്കിലും സംസ്ഥാനത്തെ നീംജി ഇലക്ട്രിക് ഓട്ടോ ഉടമകളെല്ലാം നിരാശരാണിപ്പോൾ. വലിയ വില കൊടുത്തും ലോൺ എടുത്തും വാങ്ങിയ ഓട്ടോകളിൽ ഭൂരിഭാഗവും കട്ടപ്പുറത്താണ്. ഈ വാഹനം എടുത്തിട്ട് എല്ലാ ജില്ലകളിലും സർവീസ് സെന്ററും ഇതിന്റെ സ്പെയർ പാർട്സ് ബാക്കിയുള്ള എല്ലാ സംഗതികളും സർക്കാരിന്റെ വക ഭയങ്കരമായ പ്രോത്സാഹനം തന്നിട്ടാണ് ഈ വാഹനം എല്ലാവരും എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായത്. ഏകദേശം 90ഓളം വണ്ടികളാണ് ആകെ വിറ്റുപോയത് കേരളത്തിനകത്ത്. ആകെ വിറ്റുപോയ വണ്ടികൾ 90 എണ്ണമാണ്. ആ 90 വണ്ടികളും നിലവിൽ ഓടാൻ പറ്റാത്തതും സുരക്ഷിതമില്ലാത്ത വണ്ടിയാണ്. അപ്പോൾ ഞങ്ങളിപ്പോൾ വണ്ടി എടുത്തത് പല വിലക്കാണ്, ഒരു വണ്ടി തന്നെ പല വിലക്കാണ് വാങ്ങിയിട്ടുള്ളത്. 3 ലക്ഷം, 4 ലക്ഷം, 4.5 ലക്ഷം, അങ്ങനെ ഒരു റേറ്റ് ഇല്ലതേ. ഈ ഷെഡിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇതുവരെ ഞങ്ങൾ ഇത് ലോൺ ആക്കിയില്ല. ആ 4,80,000 റുപ്യാണ് ഒരു വാങ്ങിയത്. ഞങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല സാർ. നിങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം. എന്തായാലും ഇത്രയേ പറയാനുള്ളൂ. കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡ് എന്ന പൊതുമേഖലാ സ്ഥാപനമാണ് ഇലക്ട്രിക് ഓട്ടോ പുറത്തിറക്കിയതെങ്കിലും സ്വകാര്യ കമ്പനികളായിരുന്നു വിതരണക്കാർ. എല്ലാ ജില്ലകളിലും സർവീസ് കേന്ദ്രങ്ങൾ ഉണ്ടാകുമെന്ന വാഗ്ദാനം വിശ്വസിച്ചാണ് ആളുകൾ ഓട്ടോ വാങ്ങിയത്. പരാതികൾ വ്യാപകമാകുന്നതിനിടെ ഉണ്ടായിരുന്ന സർവീസ് സെന്ററുകളെല്ലാം ഓരോന്നായി പൂട്ടി. കമ്പനി നീംജി ഓട്ടോകളുടെ ഉൽപാദനവും നിർത്തി. മുഖ്യമന്ത്രിക്കും വ്യവസായ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ല. ആദ്യം ഞങ്ങളോട് പറഞ്ഞത് 2 വർഷം ഗ്യാരണ്ടിയും, മോട്ടറായാലും ബാറ്ററി ആയാലും ഒക്കെ 2 വർഷം ഗ്യാരണ്ടി ഉണ്ടാവും, എല്ലാ ജില്ലയിലും ഇതിന്റെ സർവീസ് സെന്ററുകൾ ഉണ്ടാവും എന്നുള്ളതൊക്കെയാണ്. എന്തായാലും നിങ്ങൾ കേട്ടല്ലോ. ഇവിടെ ആരൊക്കെയാ ചോദിക്കുന്നുണ്ട്, ഇത് നിങ്ങൾക്ക് ഇങ്ങനെ നിങ്ങൾ കരാർ എടുക്കണ്ട, 1 വർഷത്തേക്ക് 2 വർഷത്തേക്ക് ഇങ്ങനെ തള്ളാൻ വേണ്ടിയിട്ട് കരാർ എടുക്കണ്ട, അതോ നിങ്ങൾ ആദ്യം ഇങ്ങനെ ആയി മാറണ്ടാണ് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട്. നമുക്കിതൊരു ഐഡിയയും കിട്ടൂല. കാരണം ഒരു ന്യായീകരണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു കുറച്ചൊരു മയം വേണ്ടേ. ഇത് നാളെ ഇങ്ങനെ ആവും, നാളെ ആളുകൾ ഇത് എടുത്ത് പറയോ എന്നുള്ള ഒരു ചിന്തയില്ലാതെ അങ്ങോട്ട് വന്നിട്ട് പറയുന്നേ വല്ലാത്തൊരു കഥ. ഏതായാലും പക്ഷെ ഇതൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യാൻ കുറെ കമ്മിക്കൂട്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് അത് വേറൊരു. അപ്പൊ എങ്ങനെ ഏറെക്കുറെ